സാർവലൗകിക മനുഷ്യൻ എന്ന കേന്ദ്രപ്രമേയത്തിൽ ഊന്നി നിന്നുകൊണ്ട് നിങ്ങൾ നെഞ്ചേറ്റുകയും നിങ്ങൾ തന്നെയായി മാറുകയും ചെയ്ത ഒരു വലിയ പ്രതിഭാസത്തിലേക്ക് എങ്ങനെ നമ്മുടെ ആലോചനകളെ എത്തിക്കാം എന്നാണ് ഞാൻ ഈ സംഭാഷണത്തിലൂടെ ശ്രമിക്കുന്നത്. അത് 3 ഘട്ടങ്ങളായിട്ടാണ് ഇത് നമുക്ക് സംവിധാനം ചെയ്യാൻ കഴിയുക. ഒന്ന്, വളരെ വൈയക്തികമായ ഒരനുഭവം പങ്കുവെച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കുന്നത്. ഒരു ഔപചാരിക പ്രഭാഷണത്തെക്കാൾ ഉപരി നമ്മൾ സുഹൃത്തുക്കൾ തമ്മിലുള്ള സംഭാഷണമായി നിങ്ങളിതിനെ മനസ്സിലാക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് അറിയുന്നത് പോലെ തന്നെ മറ്റൊരു ജീവിത സാഹചര്യത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു തരം സത്ത പേറുന്ന ഒരാൾ ഇസ്ലാമിനെ നോക്കിക്കാണുന്നത് എങ്ങനെ എന്നതിൻ്റെ ഒരു പ്രാഥമിക വിചാരമാണ് ഞാൻ ആദ്യമായി നിങ്ങളോട് പങ്കുവെക്കുന്നത്. നമ്മെ സംബന്ധിച്ച് മനുഷ്യൻ എന്ന ആലോചനയിലേക്ക് വരുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് ഇത്തരമൊരു സമ്മേളനത്തിൽ വരുമ്പോൾ എൻ്റെ വ്യക്തിപരമായ ആനന്ദം എന്നത് ഒരു ഏതാനും വാക്കുകളിൽ പറയാൻ ആഗ്രഹിക്കുന്നത്? ഞാൻ ജനിച്ചു വളർന്ന പ്രദേശം ഒരൊറ്റ മുസ്ലിം സാന്നിധ്യവുമില്ലാത്ത കേരളത്തിലൊരു ഗ്രാമമായിരുന്നു. ഒരുപക്ഷെ അത്ഭുതം തോന്നാം, എൻ്റെ 12ാം വയസ്സിലാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായി ഒരു മുസ്ലിമിനെ പരിചയപ്പെടുന്നത്. പിന്നീട് പത്രപ്രവർത്തന ജീവിതത്തിലും മറ്റെല്ലാമായി ഞാൻ നിറഞ്ഞ് കവിഞ്ഞ് ഇടപഴകുന്ന ഒരു സമൂഹത്തിൻ്റെ ഒരു പ്രതിനിധിയെ ഞാൻ ആദ്യമായി കാണുന്നത് എൻ്റെ 12ാം വയസ്സിലാണ്. അതൊരു അത്ഭുതകരമായ കാര്യമായി നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ അത്തരം ഒരുപാട് പ്രദേശങ്ങൾ കൂടിക്കലർന്ന ഒരു ബഹുസ്വര രാജ്യത്ത് ജീവിക്കുന്ന മതത്തെ ആന്തരികവൽക്കരിച്ച ഒരു സമുദായം എന്ന നിലയിൽ ഇസ്ലാം പലതരത്തിലുള്ള സംഘർഷങ്ങളെ, സാമൂഹിക സംഘർഷങ്ങളെ കൂടി അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട് എന്ന് കുറ്റബോധത്തോടെ നിങ്ങളോട് പറയേണ്ടി വരികയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങൾ, ഇസ്ലാമിൻ്റെ ജീവിത രീതികൾ, അതിൻ്റെ കൂട്ടായ മതാവിഷ്കാരങ്ങൾ പലപ്പോഴും പലതരത്തിലുള്ള പ്രതിവ്യാഖ്യാനങ്ങൾക്ക് ഇരയാകുന്നതെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സവിശേഷമായ ഒരു മതാനുഭവമായി ഇസ്ലാമിനെ മനസ്സിലാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി മറ്റ് വിശ്വാസധാരകളെ ഇസ്ലാമിൻ്റെ സത്തയിൽ ഉറച്ചു നിന്നുകൊണ്ട് അഭിമുഖീകരിക്കാനും ഇടപഴകാനും ബഹുസ്വരത എന്ന ഒരു മഹത്തായ ആശയത്തിലേക്ക് സ്വന്തം വിശ്വാസത്തെയും സത്താപരമായ ദാർഢ്യത്തെയും ഒരു ഇഞ്ച് പോലും കുറയ്ക്കാതെ തന്നെ കഴിയുമ്പോൾ മാത്രമാണ് അത് സാധ്യമാവുക എന്ന് ആമുഖമായി പറയുകയാണ്. ഞാൻ ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണവും അമ്മട്ടിൽ മറ്റ് ധാരകളിൽ ജീവിക്കുന്നവരോടാകട്ടെ അവിശ്വാസികളോടാകട്ടെ ഒക്കെ ഇസ്ലാം അതിൻ്റെ സത്തയിൽ ഉറച്ചു നിന്നുകൊണ്ട് സംവദിക്കാൻ തയ്യാറായതിൻ്റെ ഒരു ഫലമാണ് ഇന്ന് ഈ വേദിയിൽ ഞാൻ നിൽക്കുന്നത്. അത് നിങ്ങൾ കാലങ്ങളായി നടത്തുന്ന സംഘടനാ പ്രവർത്തനത്തിൻ്റെയും സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെയും ഒക്കെ വലിയ ഒരു വിജയമാണ് എന്ന് ഞാൻ അഭിമാനപൂർവം നിങ്ങളോട് പങ്കുവെക്കുകയാണ്. അതാണ് ഞാൻ ആമുഖമായി പറയാൻ ഉദ്ദേശിച്ച കാര്യം. പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഇസ്ലാമിനെ സംബന്ധിച്ച് പൊതുവിൽ സാമ്രാജ്യത്വം ഉൽപ്പാദിപ്പിക്കുന്ന ഇസ്ലാമോഫോബിയയെ കുറിച്ചല്ല ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അത് സായുധമായ ഒരു ആക്രമണമാണ്. ആ ആക്രമണത്തെക്കുറിച്ചല്ല സംസാരിക്കുന്നത്. മറിച്ച് അത്തരം ഫോബിയകൾക്ക് വിധേയമാകാത്ത ഇടങ്ങളിൽ പോലുമുള്ള പലതരത്തിലുള്ള അറിവില്ലായ്മകൾ, ആ അറിവില്ലായ്മകളുടെ ഭാഗമായി ഉണ്ടാകുന്ന മുൻവിധികൾ പലപ്പോഴും അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു വിശ്വാസധാര എന്ന നിലയിൽ നിങ്ങൾ ഇത്തരം സംഘടനാ പ്രവർത്തനം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത വലിയ വിജയങ്ങളിലൊന്ന് മറ്റ് ധാരകളിലുള്ള മനുഷ്യർ അവരോടൊപ്പം ചേർന്ന് ഒരു സംവാദ സ്ഥലം സൃഷ്ടിക്കാൻ നിങ്ങൾ കഴിഞ്ഞു എന്നുള്ളതാണ്
അതിന് ഞാൻ ഈ സംഘാടകരെയും ഈ സംഘടനയെ ആകെ തന്നെയും ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. നമ്മുടെ വിഷയം സർവ ലൗകിക മനുഷ്യൻ എന്ന ആശയത്തെ കേന്ദ്രീകരിച്ചാണ്. മനുഷ്യൻ എന്താണ് മനുഷ്യൻ എന്നത് ധാരാളം സൈദ്ധാന്തിക ആലോചനകൾ പല രീതിയിൽ നടന്നിട്ടുള്ള ഒന്നാണ്. നിങ്ങൾക്കറിയാം, മനുഷ്യൻ ഇന്ന് കാണുന്ന ഒരു സാമൂഹ്യ ജീവിയിലേക്ക് പരിണമിച്ചെത്തുന്നത് മനുഷ്യന് ഒരുപാട് സാമൂഹിക ബന്ധങ്ങളുടെ ഒരു സമുച്ചയമായി മാറിയതുകൊണ്ടാണ്. ഒരു മനുഷ്യനും ഒറ്റയ്ക്ക് ഒരു ജീവനമോ അതിജീവനമോ സാധ്യമാകില്ല എന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് നിങ്ങൾ കൂട്ടായ്മയുടെ ആവിഷ്കാരങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു വിശ്വാസധാരയായിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകളിലൊന്ന് അതിൻ്റെ ആത്മീയ ആവിഷ്കാരം ഏകാന്തമായി നടത്തപ്പെടുന്ന ഒന്നല്ല. ഏകാന്തമായി പ്രാർത്ഥിക്കുമ്പോഴും അത് സാമൂഹ്യമായി സംഘടിപ്പിക്കപ്പെടുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് നിങ്ങൾ പ്രസരിപ്പിക്കുന്ന വലിയ സന്ദേശങ്ങളിൽ ഒന്ന് മനുഷ്യൻ സാമൂഹിക ബന്ധങ്ങളുടെ സമുച്ചയമാണ് എന്നുള്ളതാണ്. ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്ന വാചകം അതാണ്. പലതരം സാമൂഹിക ബന്ധങ്ങളിലൂടെ വികസിച്ചു വന്ന് ആ ബന്ധങ്ങളിൽ നിന്ന് സ്വീകരിച്ചും ആ ബന്ധങ്ങളിലേക്ക് പലതും കൊടുത്തുമാണ് മനുഷ്യൻ ഒരു പൂർണ്ണ മനുഷ്യനായി വികസിച്ചു വരുന്നത്. ഞാൻ പറഞ്ഞ ആശയത്തിന്റെ ചുരുക്കം അതാണ്. ഒരു വ്യക്തി പിറവിയിലെ ഏകാന്തമായി സഞ്ചരിച്ചുകൊണ്ടല്ല അവനൊരു സാമൂഹ്യ ജീവിയായി മാറുന്നത്. അതൊരു സമൂഹത്തിനകത്ത് ആ മനുഷ്യൻ നടത്തുന്ന പല മട്ടിലുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി അയാളൊരു മനുഷ്യനായി പരിണമിച്ചെത്തുകയാണ് ചെയ്യുന്നത്. നമ്മൾ അത്തരം മനുഷ്യരെയാണ് നമ്മൾ ഒരു സർവ ലൗകിക മനുഷ്യരിലേക്ക് സഞ്ചരിക്കുന്ന മനുഷ്യൻ എന്ന് പറയാൻ കഴിയും. നിങ്ങൾക്കിതൊരു അപരിചിതമായ ആശയമല്ല. കാരണം നിങ്ങളുടെ ആന്തരിക സത്തയിൽ നിങ്ങൾ തന്നെയായി തിരിച്ചറിയുന്ന പ്രവാചകൻ അത്തരത്തിൽ താൻ നിലനിൽക്കുന്ന ജീവിക്കുന്ന കാലത്തെ അത്യഗാധമായി മനസ്സിലാക്കുകയും നീണ്ട കാലത്തേക്ക് താൻ പ്രതിദാനം ചെയ്യുന്ന മനുഷ്യരാശിയെ എങ്ങനെ സംവിധാനം ചെയ്യണമെന്നതിനെ സംബന്ധിച്ച് ഉത്തമ ബോധ്യമുണ്ടാവുകയും ആ ബോധ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യുകയും ചെയ്ത, അതിൽ വിജയിക്കുകയും ചെയ്ത ഒരാളെയാണ് നിങ്ങൾ അന്തരാ വഹിക്കുന്നത് എന്നതുകൊണ്ട് ഞാൻ പറയുന്ന ഈ വാചകങ്ങൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാകും. ഈ സാമൂഹിക ബന്ധങ്ങളിലൂടെ സഞ്ചരിക്കുന്ന മനുഷ്യൻ എങ്ങനെയാണ് സത്താപരമായി ഒരു ഗംഭീര മനുഷ്യനായി മാറാൻ കഴിയുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം മനുഷ്യൻ എന്ന് പറയുന്നത് അവന്റെ ആത്മസത്തയായിരിക്കുമ്പോഴും അത് ശരീരത്തിന്റെ നാനാതരങ്ങളായ തൃഷ്ണകൾ വേട്ടയാടുന്ന ഒരു ശരീരമാണെന്ന് നിങ്ങൾക്കറിയാം. മനുഷ്യ ശരീരത്തിന് നാനാതരത്തിലുള്ള ആഗ്രഹങ്ങളുണ്ട്. ഈ ആഗ്രഹങ്ങൾ എന്നത്, ഞാൻ പറയുന്ന പോയിന്റ് നിങ്ങൾക്ക് വ്യക്തമാവും ഞാൻ കരുതുന്നു. ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് നമ്മളോ നിങ്ങളോ കരുതുന്നത് പോലെ വളരെ സ്വാഭാവികമായി നിഷ്കളങ്കമായി ഉണ്ടാകുന്ന ഒന്നല്ല. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യത്തോട് ആഗ്രഹമുണ്ടാകുന്നു എന്നത് ആ ആഗ്രഹം ഉണ്ടാകാൻ വേണ്ടിയുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് മുന്നിൽ ഉണ്ടാകുമ്പോഴാണ്. ഞാൻ പറയുന്ന പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്നെന്ന് തോന്നുന്നു. വെറുതെ ഒരു ആഗ്രഹം ഉണ്ടാവില്ല. നിങ്ങൾക്കിപ്പോ ഒരു മുന്തിയ മൊബൈൽ ഫോൺ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. അത് നിങ്ങളുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും വ്യക്തിയുടെയും ആഗ്രഹമാണ്, ആണല്ലോ. എങ്ങനെയാണ് നിങ്ങളുടെ ആഗ്രഹം ഉണ്ടായത്? അവിടെ ഒരു മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നത് കൊണ്ടാണ്, അല്ലെ? നിങ്ങൾക്ക് മുന്നിൽ ആഗ്രഹിക്കാനുള്ള ഒരു ഒബ്ജക്റ്റ് ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അപ്പൊ ഈ ആഗ്രഹങ്ങളെ നിർമ്മിക്കാൻ ഒബ്ജക്റ്റിന് കഴിയും, ഒരു വസ്തുവിന് കഴിയും. ഒരു മുന്തിയ കാറ് നിങ്ങളുടെ മുന്നിൽ സംഭവിക്കുമ്പോഴാണ് നിങ്ങൾക്കൊരു മുന്തിയ കാറിനെ സംബന്ധിച്ചുള്ള ആഗ്രഹം ഉണ്ടാകുന്നത്. ഞാൻ വളരെ ചെറിയ കാര്യങ്ങളിലൂടെ ഉദാഹരണം പറയാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഈ ആഗ്രഹം എന്നത്
വസ്തു മാത്രമായൊരു സംഗതിയാണ്. ഒരു വസ്തുവിൽ നിന്നാണ് ഈ ആഗ്രഹത്തിന്റെ പ്രഭവം. ആ വസ്തു അവിടെ ഉണ്ടായത് കൊണ്ടാണ് നമുക്ക്, നമ്മുടെ ശരീരത്തിന്, നമ്മുടെ മനസ്സിന് നമുക്ക് ആ വസ്തുവിനോടുള്ള ആഗ്രഹം സംഭവിക്കുന്നു. വളരെ ചെറിയൊരു കാര്യമുള്ളത്, ആ വസ്തു നിങ്ങൾക്ക് ആഗ്രഹം, നിങ്ങളിൽ ആഗ്രഹം ഉണ്ടാക്കുക, ആഗ്രഹം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ ആ വസ്തു അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണെങ്കിലോ, ഞാൻ പറഞ്ഞ പോയിന്റ് അതാണ്. അതായത് ഒരു വസ്തുവാണ്, ഒരു ഒബ്ജക്റ്റാണ്, ഒരു ഒബ്ജക്റ്റിന്റെ സാന്നിധ്യമാണ് നിങ്ങളിൽ ആഗ്രഹങ്ങളെ സൃഷ്ടിക്കുന്നതെന്ന് പറഞ്ഞു. അത് നമുക്ക് ബോധ്യമെന്നൊരാശയമാണ്. ആ വസ്തു അവിടെ നിങ്ങളിൽ ആഗ്രഹം ഉണ്ടാക്കാൻ വേണ്ടി അവിടെ കൊണ്ടുവന്ന് വെച്ചതാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ സ്വമേധയുള്ള ആഗ്രഹമല്ല, മറ്റൊരാൾ സൃഷ്ടിച്ച ആഗ്രഹമായി മാറുന്നുണ്ട്. അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട ആഗ്രഹങ്ങളുടെ പേരാണ് മുതലാളിത്ത വ്യവസ്ഥ അല്ലെങ്കിൽ ലാഭകേന്ദ്രിതമായ വ്യവസ്ഥ എന്ന് പറയുന്നത്. ലാഭം എന്ന ലക്ഷ്യത്തെ മുൻനിർത്തി നിങ്ങളിൽ ആഗ്രഹം ജനിപ്പിച്ച്, ആഗ്രഹം ജനിപ്പിക്കുന്നതിനുള്ള വസ്തുക്കൾ സൃഷ്ടിച്ച് നിങ്ങളുടെ ഇച്ഛയെ തടവിലാക്കുന്ന ഒരു സംവിധാനം ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. നോക്കൂ, വ്യക്തി എന്ന നിലയിൽ നമ്മളപ്പോൾ അഗാധമായി യുദ്ധം ചെയ്യേണ്ടി വരുന്നത് എന്തിനോടാണ്? നമ്മുടെ ഇച്ഛാപരമായ, സ്വേച്ഛാപരമായ, നമ്മുടെ സ്വന്തം ഇച്ഛയ്ക്കനുസരിച്ച് ആഗ്രഹങ്ങളെ സൃഷ്ടിക്കാനും ആ ആഗ്രഹങ്ങളെ മാത്രം ശമിപ്പിച്ചുകൊണ്ട് സുശാന്തമായൊരു ജീവിതം ജീവിക്കുവാനുമുള്ള നമ്മുടെ അവകാശം അപഹരിക്കപ്പെടുകയാണ്. അതായത് നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ചല്ല, മറ്റുള്ളവർ നമ്മളിൽ ആഗ്രഹങ്ങൾ സൃഷ്ടിക്കുകയാണ്. അതനുസരിച്ച് ചലിക്കുന്ന മനുഷ്യരായി നമ്മൾ മാറുകയാണ്. മറ്റൊരാളുടെ ആഗ്രഹത്തിനും ഇച്ഛയ്ക്കും അനുസരിച്ച് ചലിക്കുന്ന ആളുകളെ പറയുന്ന പേരാണ് അടിമകൾ. അപ്പോൾ ആധുനികരായ, ചെങ്ങലകളില്ലാത്ത, സ്വതന്ത്രരാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന അടിമകളുടെ സമൂഹമായി നമ്മളെ മാറ്റി തീർക്കുന്നതിൽ വലിയ ശക്തികൾ വിജയിച്ചിട്ടുണ്ട്. ഇതിനോട് എങ്ങനെയാണ് നമുക്ക് യുദ്ധം ചെയ്യാനാവുക? യുദ്ധം എന്ന വാക്ക് ഞാൻ ബോധപൂർവം പ്രയോഗിക്കുന്നതാണ്. കാരണം നിങ്ങൾക്ക് പരിചിതമായ ഒന്നാണ്. മനുഷ്യ സത്തയെ സാർവലൗകികമാക്കാൻ വേണ്ടി പൊരുതിയ ഒരു വലിയ ചരിത്രത്തിന്റെ ഓർമ്മകൾ നിങ്ങളുടെ ആത്മസത്തയിലുണ്ട് എന്ന് എനിക്കറിയാം. അപ്പോൾ നമ്മൾ ഈ അടിമ ജീവിതത്തിൽ നിന്ന്, അതായത് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് മേൽ നമുക്ക് യാതൊരു നിയന്ത്രണമില്ലാതെ വരുന്നു, മറ്റൊരാളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ചലിക്കുന്ന അടിമ ജീവിതങ്ങളായി നമ്മൾ മാറുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അതിനെതിരായ പ്രതിരോധം സൃഷ്ടിക്കാൻ കഴിയുക? സാമ്രാജ്യത്വത്തിനെതിരെ ഇങ്ങനെ മൈക്ക് കെട്ടി പ്രസംഗിച്ചതുകൊണ്ട് സാധ്യമാകുമോ? സാധ്യമാകില്ല. ഉൽപ്പന്നങ്ങളെ കേവലമായി ബഹിഷ്കരിച്ചുകൊണ്ട് സാധ്യമാകുമോ? അങ്ങനെ സാധ്യമാകും. ആ ബഹിഷ്കരിക്കുന്ന ആൾക്ക് മാത്രമായി സ്വാതന്ത്ര്യം സാധ്യമാകും. സാമൂഹ്യമായി ഉൽപ്പന്നങ്ങളെ ബഹിഷ്കരിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഈ ഉൽപ്പന്നങ്ങൾ നമ്മുടെ സമൂഹത്തിന്റെ പലതരത്തിലുള്ള ഇടപെടലുകളുടെ ഭാഗമായി കഴിഞ്ഞു. നമ്മുടെ സാമ്പത്തിക വിനിമയങ്ങളുടെ ഭാഗമായി കഴിഞ്ഞു. നിങ്ങൾ ആരും വാഹനം ഉപയോഗിക്കുന്നില്ല തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന 10,000-കണക്കിന് വ്യവസ്ഥകൾ തകർന്നു പോകും. അപ്പോൾ ഈ അടിമത്തത്തിനെതിരെ, അതായത് നിങ്ങളുടെ സ്വേച്ഛാപരമായി സ്വന്തം ഇഷ്ടപ്രകാരം ചലിക്കുന്ന മനുഷ്യനാണ് പൂർണ്ണ സ്വതന്ത്രനായ മനുഷ്യൻ. സ്വന്തം ഇഷ്ടപ്രകാരം ചലിക്കാത്ത മനുഷ്യരെ നമുക്ക് പൂർണ്ണ സ്വതന്ത്രരായ മനുഷ്യരായി കാണാൻ കഴിയില്ല. അവരെ നമുക്ക് സാർവലൗകികമായ ഒരു മനുഷ്യാവസ്ഥയുടെ അടയാളങ്ങളായി അവതരിപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് എന്താണ് ഒരു പ്രതിരോധമുള്ളത്? നിങ്ങൾ വെറുതെ ആലോചിച്ചാൽ മതി. നിങ്ങളുടെ ഉള്ളിൽ പ്രതിരോധമുണ്ട്. നിങ്ങൾ ആത്മാവിൽ ആന്തരവൽക്കരിച്ചിട്ടുള്ള ആ വിശ്വാസത്തിൽ ഈ പ്രതിരോധത്തിന്റെ അടയാളങ്ങൾ ഉണ്ടെങ്കിൽ ആ അടയാളങ്ങളെ നിങ്ങൾ വീണ്ടെടുക്കുകയാണ് വേണ്ടത്. ആ അടയാളങ്ങളെ നിങ്ങൾ വീണ്ടെടുത്ത് നിങ്ങൾ ജീവിക്കുന്ന സമൂഹത്തിലേക്ക് പടർത്തുകയാണ് വേണ്ടത്.
വളരെ സാധ്യമായ ഒരു യുദ്ധമുറയാണത്. അതായത് ഈ ആഗ്രഹങ്ങൾക്കല്ല ഞാൻ കീഴ്പ്പെടുന്നത്, എൻ്റെ സൗകര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ ഉപകരണങ്ങൾ ഉപയോഗിക്കും, അതിനപ്പുറത്തേക്ക് എൻ്റെ ആഗ്രഹങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടതല്ല, എൻ്റെ ആഗ്രഹങ്ങൾക്കെല്ലാം മീതെ ഇതിനെയൊക്കെ നിയന്ത്രിക്കാൻ കഴിയുന്ന സവിശേഷമായ ഒരാത്മബലം എൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഓരോരുത്തരും തീരുമാനിച്ചാൽ അത് സാമൂഹ്യമായൊരു തീരുമാനമായി മാറുകയും ആ സമൂഹം അത്തരത്തിലുള്ള അടിമത്തത്തിൽ നിന്ന്, ഉൽപ്പന്നപരമായ അടിമത്തത്തിൽ നിന്ന്, മറ്റുള്ളവർ നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിർമ്മിക്കുന്ന അടിമത്തത്തിൽ നിന്ന് നിങ്ങൾക്ക് മുക്തി നേടാൻ കഴിയും. ഇപ്പോൾ ആലോചിച്ച് നോക്കൂ, ഞാനീ പറഞ്ഞ വാചകങ്ങൾ നിങ്ങൾക്ക് പുതിയ വാചകങ്ങളല്ല. കാരണം നിങ്ങൾ ദൈനംദിനം അനുഷ്ഠിക്കുന്ന മതചര്യയിൽ ഞാൻ ഈ പറഞ്ഞ ആശയത്തിൻ്റെ അലയൊലികളുണ്ട്. നിങ്ങളുടെ ആഗ്രഹങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പ്രവാചകൻ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് അതൊരു പുതിയ കാര്യമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ലോകത്ത് നാം ആന്തരവൽക്കരിക്കുന്ന, നാം പഠിക്കുന്ന, നാം പ്രയോഗിക്കുന്ന കാര്യങ്ങളെ ലോകത്തിൻ്റെ നന്മയിലേക്ക്, ലോകത്തിൻ്റെ മുഴുവൻ വെളിച്ചത്തിലേക്ക് പ്രസരിപ്പിക്കാൻ കഴിയുമ്പോഴാണ് ഒരുവൻ സാർവലൗകികനായി എല്ലാ ലോകത്തേക്കും പ്രധാനപ്പെട്ട ഒരാളായി മാറുന്നത്. അങ്ങ് തന്നെ വെളിച്ചമാണല്ലോ എന്ന വാചകം നിങ്ങൾക്ക് അപരിചിതമല്ല. ആ വെളിച്ചത്തെക്കുറിച്ച് ഒരാൾക്ക് വെളിച്ചമാകാൻ കഴിയുന്നത് അതുകൊണ്ടാണ് ഓരോ വിശ്വാസിക്കും ഒരപരനായ വ്യക്തിയല്ല ആ വിശ്വാസിയുടെ പ്രവാചകൻ, മറിച്ച് ആ വ്യക്തി തന്നെയാണ്. ഇങ്ങനെ ഒരുമിച്ച് ഒരു സാന്നിധ്യം നിങ്ങളുടെ ഉള്ളിൽ ആന്തരവൽക്കരിക്കുന്നത് കൊണ്ടാണ് ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത്, നിങ്ങൾ മതത്തെ ആന്തരവൽക്കരിച്ച, സത്താപരമായി മതത്തിൻ്റെ മൂല്യങ്ങളെ ശ്രേഷ്ഠമായി പ്രകാശിപ്പിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ച് അവരുടെ പ്രവാചകൻ ഒരു വ്യക്തിയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അധികാര സ്ഥാനമോ അല്ല, അത് അവർ തന്നെയാണ്. അതുകൊണ്ടാണ് അവർ പ്രവാചകനെ കുറിച്ച് പറയുമ്പോൾ അവരുടെ തൊണ്ട ഇടറുന്നതും, അവർ സ്നേഹത്താൽ വിറയ്ക്കുന്നതും, അവർ പ്രണയപൂർവമായി മാറുന്നതും, അവർക്ക് ചിലപ്പോൾ ഒരു കുഞ്ഞാണെന്ന് തോന്നുന്നതും ഒക്കെ ആ ഒരു ആന്തരവൽകൃതമായ ഒരു സ്നേഹം കൊണ്ടാണ്. ഞാൻ ആദ്യം പറഞ്ഞ അടിമത്തത്തിൽ നിന്നുള്ള മഹാവിമോചനത്തിനുള്ള ആയുധങ്ങൾ നിങ്ങളിപ്പോൾ അനുശീലിക്കുന്ന നിങ്ങളുടെ വിശ്വാസത്തിനകത്ത് തന്നെയുണ്ട്. അതിനെ സൂക്ഷ്മമായി കണ്ടെടുത്ത് കേവലമായ പ്രകടനപരതയിലല്ല, മറിച്ച് സൂക്ഷ്മ പ്രയോഗത്തിലാണ് ആത്മീയതയുടെ ബലം എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന ഘട്ടത്തിൽ നിങ്ങൾ ഓരോരുത്തരും സാർവലൗകികമായ ഒരു ചൈതന്യത്തിലേക്ക് സ്വയം പ്രവേശിക്കുകയും നിങ്ങൾ തന്നെ വെളിച്ചമായി മാറുകയും ചെയ്യുന്ന ഒരു അനുഭവമായി മാറിത്തീരുകയും ചെയ്യുന്നുവെന്നാണ് ഞാൻ ഒന്നാമതായി പറയാൻ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്, വ്യക്തിയുടെ മഹത്വത്തെ സംബന്ധിച്ചുള്ള പലതരം അന്വേഷണങ്ങൾ നമ്മുടെ സാമൂഹ്യ ചരിത്രത്തിലുടനീളം സംഭവിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു വ്യക്തി മഹത്വമാർന്ന ഒരു വ്യക്തിയായി മാറുന്നത്? നമ്മളിപ്പോൾ ഇന്ത്യയിൽ നിന്ന് സംസാരിക്കുന്നത് കൊണ്ട് നമ്മൾ ഇന്ത്യയിൽ ഒരാളാണ് മഹാത്മാ എന്ന് വളരെ സ്നേഹാർദ്രപൂർവ്വം വിളിക്കുന്നത്, അത് ഗാന്ധിയെയാണ്. ഞാനൊരു ചെറിയ ഉദാഹരണത്തിലൂടെ അത് വ്യക്തമാക്കാം. എങ്ങനെയാണ് ഗാന്ധി മഹത്വത്തിലേക്കുള്ള, ഞാൻ ഈ പറയുന്ന ഗാന്ധി കഥയിൽ നിങ്ങൾക്ക് ചിരപരിചിതമായ പലതും ഉണ്ടാകും. അത് പക്ഷെ നിങ്ങൾ അന്നേരം ഗാന്ധിയെക്കുറിച്ച് ആലോചിക്കണമെന്നില്ല. നിങ്ങളുടെ സത്തയിലുള്ള മറ്റൊരു മഹാവ്യക്തിത്വത്തോട് നിങ്ങൾ ഓർമ്മിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു താദാത്മ്യം ദർശിക്കാൻ കഴിയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഗാന്ധി അതിസാധാരണനായ ഒരു മനുഷ്യനായിരുന്നു. ഒരു ഇടത്തരത്തിനേക്കാൾ മെച്ചപ്പെട്ട ഒരു മാതാപിതാക്കൾക്ക് ജനിക്കുകയും ദാരിദ്ര്യങ്ങളൊന്നുമില്ലാത്ത, സാമൂഹികമായ സാഹചര്യങ്ങളൊക്കെ മെച്ചപ്പെട്ട ഒരു ബനിയ കുടുംബത്തിൽ, മഹാത്മാഗാന്ധി ആത്മകഥ ആരംഭിക്കുമ്പോൾ പറയുന്നത് ഞാൻ ബനിയ കുടുംബത്തിൽ ജനിച്ച ആളെന്നാണ്. ജാതിയിൽ വിശ്വസിച്ചിരുന്ന, മതാനുഷ്ഠാനങ്ങൾ ഉണ്ടായിരുന്ന, പ്രാർത്ഥിച്ചിരുന്ന ഒരു കുടുംബത്തിൽ ജനിച്ച ആളാണ് ഗാന്ധി. വളരെ സാധാരണ മട്ടിലായിരുന്നു ഗാന്ധിയുടെ ഏതാണ്ട് യൗവനം വരെയുള്ള ജീവിതം. അക്കാലത്തെ നാട്ടു നടപ്പനുസരിച്ച് അദ്ദേഹം വളരെ ചെറിയ പ്രായത്തിൽ 13 താഴെ പ്രായമുള്ള വിവാഹം കഴിക്കുന്നു.
കുഞ്ഞുങ്ങളുണ്ടാകുന്നു. അതൊക്കെയായിരുന്നു ഒരു കാലത്ത് നമ്മുടെ രാജ്യത്തെ വ്യവസ്ഥ. ഇപ്പോൾ അതെല്ലാം പറയുമ്പോൾ ആരും അത് വിശ്വസിക്കില്ല. ഈ രാജ്യം അങ്ങനെയൊക്കെയുള്ള രാജ്യമായിരുന്നു. അപ്പോൾ ഗാന്ധി അങ്ങനെ വളരെ സാധാരണ മട്ടിൽ ജീവിച്ചു പോകുന്നു. ആ സാധാരണ മട്ടിൽ ജീവിച്ചു പോകുമ്പോഴും ഗാന്ധിക്കുള്ളിൽ ഒരു അസാധാരണത്വം ഉണ്ടായിരുന്നു. അത് ഗാന്ധി ചെറുപ്പത്തിൽ കണ്ട ഹരിശ്ചന്ദ്രൻ എന്ന ഒരു നാടകത്തിൻ്റെ ഒരു വലിയ സ്വാധീനം അദ്ദേഹത്തിൽ ഉണ്ടായിട്ട് സത്യത്തോടുള്ള അതികഠിനമായ നിഷ്ഠ, താൻ സത്യം മാത്രമേ പറയൂ എന്നൊരു നിഷ്ഠ ഗാന്ധിയിലുണ്ടായിരുന്നു. ഈ സത്യത്തോടുള്ള ഈ വലിയ നിഷ്ഠ ഗാന്ധിയിൽ, നിങ്ങൾ സത്യത്തോട് നിഷ്ഠയുള്ളവരായിരിക്കുമ്പോൾ നിങ്ങളിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന മറ്റൊരു ഗുണമാണ് കാരുണ്യം. സത്യമുള്ളവർക്ക് കാരുണ്യം ഉണ്ടാകും. നാം കള്ളം പറഞ്ഞു തുടങ്ങിയാൽ നമുക്ക് കാരുണ്യം ഉണ്ടാവില്ല, കാരുണ്യ അഭിനയമേ ഉണ്ടാകൂ. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കാണുന്ന പല കാരുണ്യങ്ങളും കാരുണ്യാഭിനയങ്ങളാണ് എന്ന് നിങ്ങൾക്ക് തോന്നാൻ കാരണം അവർ സത്യത്തെ മുറുകെ പിടിക്കാത്തത് കൊണ്ടാണ്. സത്യത്തെ മുറുകെ പിടിക്കുന്നവരുടെ കാരുണ്യം നിങ്ങൾക്ക് കാരുണ്യമായി പോലും തോന്നില്ല, മറിച്ച് അത് നിങ്ങൾക്കൊരു വലിയ സ്നേഹാനുഭവമായി മാറും. സത്യത്തിന്റെ അടിത്തറയില്ലാത്ത കാരുണ്യം കാപട്യമാണ്. അതുകൊണ്ടാണ് നമുക്ക് ഒരു അധികാര കേന്ദ്രങ്ങൾ സൗജന്യമായിട്ട് കിറ്റ് തരുമ്പോൾ നിങ്ങൾക്ക് അതിൽ ഒരു സ്നേഹം തോന്നാതിരിക്കുകയും അതിൽ കാരുണ്യത്തിന്റെ മുള്ളുകൾ വന്ന് നിങ്ങളെ കുത്തുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് കാപട്യത്തിന്റെ ചില മൂർത്തികൾ വാരിക്കോരി പലതും കൊടുക്കുന്നത് കാണുമ്പോൾ അത് കാരുണ്യമാണെന്ന് പറയും. ആ കാരുണ്യം എന്ന വാക്ക് തന്നെ വന്ന് മുള്ളായിട്ട് ഒന്ന് കുത്തുന്നത് കൊണ്ടാണ്. പക്ഷേ സത്യത്തെ മുറുകെ പിടിക്കുന്ന, സത്യത്തെ അനുശീലിക്കുന്ന ആളുകളുടെ കാരുണ്യം അത് വേറിട്ട് നിൽക്കുന്ന ഒന്നായിരിക്കില്ല. അവർ പരിപൂർണമായും കരുണാവാന്മാരായിരിക്കും. കരുണവാൻ എന്നുള്ള വാക്ക് നിങ്ങൾക്ക് അപരിചിതമല്ല. നിങ്ങളുടെ ആന്തരിക സത്തയിലുള്ള വാക്കാണ് കരുണവാൻ. ഈ കരുണവാനായി മാറുന്നത് ഒരാൾ സത്യവാനായി മാറുമ്പോഴാണ്. സത്യവാനായി മാറിയ ആൾക്ക് മാത്രമേ കരുണവാനായി മാറാൻ കഴിയൂ. ഗാന്ധി സത്യവാനാവുകയും കരുണവാനാവുകയും ചെയ്തു. എന്നിട്ടും പക്ഷേ ഗാന്ധിയുടേത് തൻ്റെ വീടിന് വേണ്ടി, തൻ്റെ അച്ഛനമ്മമാർക്ക് വേണ്ടി, തൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു ജീവിതമായിരുന്നു. ഒരത്ഭുതവും ചെറുപ്പത്തിൽ ഗാന്ധി കാണിച്ചിട്ടില്ല. അത്ഭുതം കാണിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ചെറിയ ചെറിയ വീഴ്ചകൾ കാണിക്കുകയും അതിൽ വേദനിക്കുകയും ചെയ്തിരുന്നു. ഗാന്ധി സാധാരണ ഏതൊരു ഉപരിവർഗ, മധ്യ ഉപരിവർഗ കുട്ടിയെയും പോലെ വിദ്യാഭ്യാസം ചെയ്യുകയും സ്കൂളിലോ കോളേജിലോ ഒരു തരത്തിലുള്ള പ്രത്യേകതകൾ കാണിക്കാത്ത ഒരു ശരാശരി വിദ്യാർത്ഥിയായി പഠിക്കുകയും ചെയ്തു. അപ്പോഴും നമ്മൾ ആദ്യം പറഞ്ഞ സത്യത്തിൻ്റെയും കരുണയുടെയും ആ മഹാപ്രകാശം ആ കുട്ടിയിൽ ഉണ്ടായിരുന്നു. പക്ഷെ അത് പുറത്തേക്ക് വന്നിരുന്നില്ല. അത് പുറത്തേക്ക് വരേണ്ട ഒരു സാഹചര്യം ആ സമയത്തുണ്ടായിരുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം. അദ്ദേഹം സാധാരണ പോലെ പഠിച്ചു. അന്നത്തെ നാട്ടുനടപ്പനുസരിച്ച് ഇംഗ്ലണ്ടിൽ പോയി ബാരിസ്റ്റർ ബിരുദം പാസ്സായി. അദ്ദേഹം തിരിച്ചു വന്നു. അന്ന് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ബാരിസ്റ്ററാണ്. ആ ജ്യേഷ്ഠൻ്റെ കൂടെ കോടതിയിൽ പോയി തുടങ്ങി. കോടതിയിൽ പോയി പ്രാക്ടീസ് ചെയ്തപ്പോൾ ഒരു മോശം വക്കീലായിരുന്നു ഗാന്ധി. വളരെ മോശം വക്കീലായിരുന്നു. കേസുകൾ നിരന്തരമായി തോൽക്കുന്ന, ജഡ്ജിമാരുടെ പഴി കേൾക്കുന്ന ഒരു അഭിഭാഷകൻ. അങ്ങനെ ഒരു കേസ് തൊട്ട് തൻ്റെ സീനിയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പഴിയെല്ലാം വാങ്ങി ഗാന്ധി റെസ്റ്റോറൻറ്റിൽ, അവിടുത്തെ ക്യാൻറ്റീനിൽ, കോടതിയുടെ ക്യാൻറ്റീനിൽ വന്ന് മുഖം പൂഴ്ത്തിയിരുന്ന് കരയുമ്പോൾ ഗാന്ധിയുടെ ജ്യേഷ്ഠൻ വന്നിട്ട് പറഞ്ഞു, നീ വിഷമിക്കണ്ട, നിനക്ക് ഇൻസൾട്ട്, ആൾക്കാർ നിന്നെ പരിഹസിക്കുന്നുണ്ട് എന്നൊക്കെ എനിക്കറിയാം. ഒരു കാര്യം ചെയ്യൂ, ദക്ഷിണാഫ്രിക്കയിൽ ഒരു മില്ലുടമയുണ്ട്, അയാൾക്കൊരു കാര്യങ്ങൾ നോക്കി നടത്താനായിട്ടൊരു മാനേജറെ വേണം. ഞാൻ നിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, നീ ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞിട്ട്. ഇവിടെ തൊഴിൽ രംഗത്ത് പരാജയപ്പെട്ട, മറ്റ് സാമൂഹ്യമായ ഒരു ഉത്കണ്ഠയും ബാധിച്ചിട്ടില്ലാതിരുന്ന ഒരു സാധാരണക്കാരനായ കുട്ടിയായ ഗാന്ധി ദക്ഷിണാഫ്രിക്കയിലേക്ക് വണ്ടി കയറുകയാണ്. ദക്ഷിണാഫ്രിക്കയിൽ ചെന്നിട്ട് അതിസാധാരണമായ ഒരു ജീവിതമാണ്, വളരെ സാധാരണമായൊരു ജീവിതം ഗാന്ധി ജീവിക്കുകയാണ്. അപ്പോഴും
വളരെ ചെറുപ്പത്തിൽ ഗാന്ധി ആന്തരവൽക്കരിച്ച ആ നന്മയും സത്യവും കാരുണ്യവുമെല്ലാം അദ്ദേഹത്തിൽ കെടാതെ പ്രകാശിച്ചിരുന്നു എന്ന് നിങ്ങൾക്കറിയാം. അത് സാധാരണ മട്ടിൽ ജീവിച്ചു പോകുന്ന ഗാന്ധി പൊടുന്നനെ ഗാന്ധിയെ ചരിത്രം വന്ന് കൊത്തി. ചരിത്രത്തിന്റെ കൊത്ത് ഗാന്ധിക്ക് കൊള്ളുന്നുണ്ട് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന്. അത് ദക്ഷിണാഫ്രിക്കയിലെ അതികഠിനമായ വർണ്ണവെറി, മനുഷ്യരെ അടിമകളെപ്പോലെ കാണുന്ന, അടിമകളെപ്പോലെ പണിയെടുപ്പിക്കുന്ന, കറുത്ത വർഗക്കാരോട് അതിക്രൂരവും ഭയാനകവുമായ വിവേചനം നടത്തുന്ന, വെള്ളക്കാരോടുള്ള പ്രതിഷേധം ഗാന്ധിയുടെ ഉള്ളിൽ കനത്തു. ഗാന്ധിക്ക് വേണമെങ്കിൽ അന്നത്തെ ചെറുപ്പത്തിന്റെ തിളപ്പിൽ ആയുധമെടുത്ത് എന്നാൽ ഞാൻ അങ്ങ് പോരാടിക്കളയാമെന്ന് തീരുമാനിക്കുകയും രക്തസാക്ഷിത്വം ഭരിക്കുകയൊക്കെ ചെയ്യാമായിരുന്നു. ചരിത്രത്തിൽ എവിടെയും ഒരു പേര് പോലും ഇല്ലാത്ത ആളായി ഗാന്ധി മാറിയാനെ. പക്ഷെ ഗാന്ധിയിൽ നമ്മൾ ആദ്യം പറഞ്ഞ സാമൂഹിക വിവേകത്തിന്റെയും സത്യത്തിന്റെയും കാരുണ്യത്തിന്റെയും ഒക്കെ ഒടുങ്ങാത്ത അലകൾ പ്രവർത്തിച്ചിരുന്നുകൊണ്ടാവണം ഗാന്ധി സാമൂഹ്യ സന്ദർഭത്തിലേക്ക് ഈ വിഷയത്തെ കൊണ്ടുവരികയാണ്. അതായത് ഈ ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവെറി അവസാനിപ്പിക്കാനുള്ള മാർഗമായി ഗാന്ധി കണ്ടത് സത്യത്തെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള സമരത്തിനാണ്. അതുകൊണ്ടാണ് അദ്ദേഹം സത്യാഗ്രഹം എന്ന് തൻ്റെ സമരത്തിന് പേര് നൽകുന്നത്. സത്യാഗ്രഹം നടത്തുകയാണ് ചെയ്തത്. കാരണം സത്യമായിരുന്നു ഗാന്ധിയുടെ മുഴുവൻ പ്രവർത്തനങ്ങളുടെയും അടിത്തറ. അവിടം മുതലാണ് താൻ അതുവരെ ആർജിച്ചിരുന്ന സത്യസന്ധതയും തൻ്റെ ഉള്ളിൽ വിരിഞ്ഞു നിൽക്കുന്ന കാരുണ്യത്തെയും ഒരു സാമൂഹിക നിർമ്മിതിക്കായി പരിവർത്തനം ചെയ്യണമെന്ന് ഗാന്ധി ആഗ്രഹിക്കുകയും ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവെറിക്കെതിരായ സമരം കൊടുമ്പിരി കൊള്ളുന്ന കാലത്ത് തിരിച്ച് ഇന്ത്യയിലേക്ക് വരികയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം ഏറ്റെടുക്കുകയും അതുവരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബ്രിട്ടന്റെ സമാന്തര ദാസന്മാരായി പ്രവർത്തിച്ചിരുന്ന ഒരു ഞായറാഴ്ച സംഘടനയായിരുന്നു. അത് മാറ്റി സത്യം, കാരുണ്യം, അഹിംസ മുതലായ ദർശനങ്ങളെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് പ്രവേശിപ്പിച്ച് ഇതിനെ ഒരു മാനുഷിക വിമോചന മുന്നണിയാക്കി മാറ്റുകയും ഇന്ത്യൻ ജനതയുടെ മേലുണ്ടായിരുന്ന രാഷ്ട്രീയ അടിമത്തത്തെ അവസാനിപ്പിക്കുന്നതിനുള്ള വലിയ ചാലക ശക്തിയായും ഗാന്ധി മാറുകയും ചെയ്തുകൊണ്ടാണ് നാം ഗാന്ധിയെ മഹാത്മാ എന്ന് വിളിക്കുന്നതും ഗാന്ധിയെ സാർവലൗകിക മനുഷ്യനായി നാം മനസ്സിലാക്കുന്നതും. ഞാൻ ഈ പറഞ്ഞ ഗാന്ധിയുടെ പേര് നിങ്ങളൊന്ന് മാറ്റി, ഞാൻ ആദ്യം പറഞ്ഞ നിങ്ങൾ ആന്തരവൽക്കരിച്ചിട്ടുള്ള പ്രവാചകന്റെ പേര് നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ. അല്ലമീനിൽ നിന്ന് ഉണ്ടായ വിഖ്യാതമായ വളർച്ച, താൻ ജീവിക്കുന്ന ലോകത്ത് അസാധാരണത്വങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഒരു വ്യാപാരിയായിരുന്ന ഒരാൾ അന്നോളം താൻ ആന്തരവൽക്കരിച്ച, താൻ സ്വായത്തമാക്കിയ പരമമായ കരുണ, നീതിബോധം, സത്യം മുതലായ സത്താപരമായ ഗുണങ്ങളെ ഒരു സാമൂഹ്യ നിർമ്മിതിക്ക് വേണ്ടി പ്രചണ്ഡമായ ആയുധമാക്കി മാറ്റിയതിൻ്റെ കഥ നിങ്ങളെ ഞാൻ പറഞ്ഞ് പഠിപ്പിക്കേണ്ടതില്ല. നിങ്ങൾ കുഞ്ഞുനാളിലെ പഠിക്കുന്ന കഥയാണ്. ഞാൻ ആദ്യം പറഞ്ഞ ഗാന്ധിയുടെ കഥയിലുള്ള അതിനേക്കാൾ എത്രയോ വലിയ, അത്യഗാധമായി വലിയ ഒരു കഥ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത് നീതിയെക്കുറിച്ചുള്ള, സത്യത്തെക്കുറിച്ചുള്ള, സമത്വത്തെക്കുറിച്ചുള്ള, അടിമത്ത വിമോചനത്തെക്കുറിച്ചുള്ള വലിയൊരാശയമാണ്. ഈ ആശയങ്ങൾ ജീവിതത്തിൽ പ്രയോഗിക്കുകയും അതിനെ നടപ്പാക്കുകയും ചെയ്യുന്ന വലിയ മനുഷ്യരെയാണ് നാം സാർവലൗകികർ എന്ന് മനസ്സിലാക്കുന്നത്. ഈ ഭൂമി കണ്ട എക്കാലത്തെയും വലിയ സാർവലൗകികൻ ആരാണെന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് കൃത്യമായ ഉത്തരമുണ്ട്. ആ ഉത്തരത്തിലേക്ക് ഓരോരുത്തരും സഞ്ചരിച്ചെത്തുന്ന വഴികളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. മറ്റൊന്നുണ്ട്, മഹത്വത്തിൻ്റെ വലിയ അടയാളമായി ആധുനികത എപ്പോഴും പരിഗണിക്കുന്ന ഒന്ന്, ആ സമൂഹത്തിലെ പലതരം ദൗർബല്യങ്ങളെ നേരിടുന്ന വിഭാഗങ്ങളോട്
ആ സമൂഹം പുലർത്തുന്ന സമീപനം എന്തെന്ന് അനുസരിച്ചാണ്. കാൾ മാർക്സ് പറയുന്നത്, ഒരു സമൂഹത്തിന്റെ മൂല്യബോധം അളക്കാനുള്ള പ്രധാനപ്പെട്ട അളവുകോൽ ആ സമൂഹം സ്ത്രീകളോട് എങ്ങനെ പെരുമാറുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ്. ഇത് വളരെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ്. അതായത് മനുഷ്യരാശിയുടെ പരിവർത്തന ഘട്ടങ്ങളിൽ പലതരത്തിലുള്ള ഉത്തരങ്ങൾ വന്നുപോയ കാരണങ്ങളാൽ പീഡിതവും അധികാരരഹിതവും സ്വത്തിൽ നിന്ന് പുറത്തുമുണ്ടായിരുന്ന സ്വത്വങ്ങളായിരുന്നു സ്ത്രീകൾ. ഈ സ്ത്രീകൾക്ക് വേണ്ടി അക്കാലത്ത് സാധ്യമാകുന്ന ഐതിഹാസികമായ വിപ്ലവങ്ങൾ നയിച്ചിട്ടുള്ള മനുഷ്യരെ മുഴുവൻ നമ്മൾ മനുഷ്യരാശിയുടെ വെളിച്ചങ്ങളായി പരിഗണിക്കുന്നുണ്ട്. ഇനിയും ഞാൻ പേര് പറയേണ്ടതില്ല. നിങ്ങളുടെ ഉള്ളിൽ അതിനും കഥകളുണ്ട്, ഉദാഹരണങ്ങളുണ്ട്. അതുപോലെ അധികാരം എന്നൊരാശയം, എന്നൊരു പ്രതീകം, അല്ലെങ്കിൽ അധികാര രൂപം മനുഷ്യനെ സ്പർശിച്ചു തുടങ്ങിയ കാലം മുതൽ മനുഷ്യരാശിയുടെ അതുവരെ ഉണ്ടായിരുന്ന സഞ്ചാരങ്ങളെ അത് മാറ്റി തീർക്കുന്നുണ്ട്. അധികാരം ദുഷിപ്പിക്കും, കൂടുതൽ അധികാരം കൂടുതൽ ദുഷിപ്പിക്കും എന്നത് നിങ്ങൾക്ക് പരിചിതമായൊരു വാക്കാണ്. ഈ മനുഷ്യന്റെ വിമോചനപരമായ ഇടപെടലുകൾക്ക് മീതെ അധികാരത്തോടുള്ള ആസക്തി അവനെ വന്ന് മൂടിയാൽ ആ മനുഷ്യരെ പിന്നെ ലോകത്തിന് കൊള്ളാത്ത മനുഷ്യരാകും പോവും. ഒരു സാമൂഹ്യ പ്രവർത്തനമാണ്, അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ പുനർനിർമ്മാണത്തിന് വേണ്ടുന്ന പ്രവർത്തനങ്ങളാണ് എല്ലാ സാമൂഹ്യ മനുഷ്യരും നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം. പക്ഷെ ആ നിരന്തരമായി അത്തരത്തിൽ നടത്തുന്ന മനുഷ്യരിലേക്ക് പലതരത്തിലുള്ള ആസക്തികൾ അവരെ സ്പർശിച്ചു തുടങ്ങിയാൽ ആ മനുഷ്യർ ഭൂമിക്ക് കൊള്ളാത്ത മനുഷ്യരായി മാറും. മഹാത്മാഗാന്ധി ഒരു രാജ്യത്തെ നയിച്ചതുപോലെ തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹു ഒരു രാജ്യത്തെ നയിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് ഒരു രാജ്യത്തെ നയിക്കുന്നത്. അതുപോലെ തന്നെയാണ് നരേന്ദ്രമോദി രാജ്യത്തെ നയിക്കുന്നത്. പക്ഷേ ഗാന്ധിയല്ല നെതന്യാഹു, ഗാന്ധിയല്ല ട്രംപ്, ഗാന്ധിയല്ല മോദി. കാരണം എന്താ? വളരെ ലളിതമാണ്. ഗാന്ധി എഴുതിയ പുസ്തകത്തിന്റെ പേര് അനാസക്തി യോഗം എന്നാണ്. ആസക്തികളിൽ നിന്ന് നിങ്ങളെ വിമോചിപ്പിക്കുമ്പോൾ മാത്രമാണ് ആസക്തികൾ ദുഷിച്ച ആഗ്രഹങ്ങൾക്കാണ് ആസക്തികൾ. ഈ ദുഷിച്ച ആഗ്രഹങ്ങളിൽ നിന്ന് ഒരു നേതാവ് സ്വയം വിമോചിക്കുക മാത്രമല്ല, തൻ്റെ അണികളോട് നിങ്ങൾ ആഗ്രഹങ്ങളെ ഇങ്ങനെ നിയന്ത്രിക്കുവിൻ എന്ന് ആവശ്യപ്പെടുകയും, നിങ്ങൾ എൻ്റെ ജനതയാണെങ്കിൽ നിങ്ങൾ എന്നെപ്പോലെ ഞാൻ ചെയ്തതുപോലെ ചെയ്യണം, എൻ്റെ ചര്യകൾ നിങ്ങൾ പിൻപറ്റണം എന്നാവശ്യപ്പെടുകയും ചെയ്യുമ്പോൾ ആ നേതാവ് സൃഷ്ടിച്ച അണികളുടെ ലോകവും അപാരമായ ഒരു അനുഭൂതി മണ്ഡലമായി മാറുന്നുണ്ട്. ഇത്തരത്തിലുള്ള ആസക്തികളിൽ നിന്ന് തരിമ്പ് പോലും മോചിതരാകാതെ സാമൂഹ്യ അധികാരത്തിന്റെ ശ്രേണിയിൽ ചെന്നുപെടുന്നവരുടെ പേരാണ് ഞാൻ ഗാന്ധിക്ക് ശേഷം പറഞ്ഞ ആളുകളുടെ പേരുകൾ. അവർക്ക് പലതരം അധികാരമോഹങ്ങൾ, പലതരം വെറുപ്പുകൾ, പലതരം മാറ്റി നിർത്തലുകളുടെ ഒക്കെ ദർശനമാണ് അവരെ നയിക്കുന്നത്. നോക്കൂ, അധികാരം ദുഷിപ്പിക്കുന്നതിൻ്റെ 100 അടയാളങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈ സാമൂഹികമായ പ്രവർത്തനങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത അത് നിങ്ങൾക്ക് അധികാരം നൽകുമെന്നുള്ളതാണ്. നിങ്ങൾ സമൂഹത്തിൽ നിരന്തരമായി പ്രവർത്തിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ഫലം പറ്റിയിട്ടുള്ള ആളുകൾക്ക് മേൽ നിങ്ങൾക്ക് സ്വാഭാവികമായ അധികാരം ഉണ്ടാവുകയും, നിങ്ങളൊരു ജനാധിപത്യ സമൂഹത്തിനകത്തൊക്കെയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ജനാധിപത്യപരമായ അധികാരം ലഭിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഈ അധികാരം എന്നതിനെ ആസക്തി വിമുക്തമാക്കണമെങ്കിൽ, ഈ അധികാരം എന്ന സംഗതിയെ ആസക്തി വിമുക്തമാക്കണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ പ്രകാശിക്കേണ്ടത്, നേതാവിൻ്റെ ഉള്ളിൽ പ്രകാശിപ്പിക്കേണ്ടത് നമ്മൾ ആദ്യം ഗാന്ധിയിൽ പ്രകാശിച്ചു കണ്ട സത്യം, കരുണ മുതലായ വലിയ ദർശനങ്ങളാണ്.
ഇതും നിങ്ങൾക്ക് അപരിചിതമല്ല. ഒരു നേതാവ് എന്തായിരിക്കണം എന്നതിൻ്റെ, ആ നേതാവ് അണികളോട് നടത്തുന്ന പ്രഖ്യാപനങ്ങളുടെ, അത് സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞാലും നിലനിൽക്കുന്ന മഹത്തായ മൂല്യമാണ് എന്നതിൻ്റെ നേർഫലത്തിലൂടെ നിത്യേന സഞ്ചരിക്കുന്നവരാണ് നിങ്ങളെല്ലാം. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ ഒരു കാര്യവും നിങ്ങൾക്ക് അപരിചിതമായ ഒരു അനുഭവമല്ല. അതെല്ലാം വളരെ പരിചിതമായ നിത്യാനുഭവമായാണ് മാറുന്നത്. നിങ്ങൾക്കറിയാം, ഇത്തരത്തിലുള്ള മഹത്വത്തിലേക്കുള്ള മനുഷ്യന്റെ സഞ്ചാരങ്ങൾ, ഒരു നേതാവിൻ്റെയും സഞ്ചാരം, ഒരു മഹാമനുഷ്യന്റെയും സഞ്ചാരം പൂ മാത്രം വിരിച്ച പാതയിലൂടെ ആയിരിക്കില്ല. സഹനത്തിൻ്റെ വലിയ 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 കടലുകളെ ആ നേതാവിന് താണ്ടേണ്ടി വരും. പല മട്ടിൽ അയാൾ അപഹസിക്കപ്പെടും. മഹാത്മാഗാന്ധി വെടിയേറ്റ് കൊല്ലപ്പെടുക ചെയ്തത്. ഏത് ജനതയ്ക്കാണോ താൻ സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാൻ തൻ്റെ ആത്മാവിനെയും ശരീരത്തെയും സമർപ്പിച്ചത്, ആ ജനതയിലെ ഭൂരിപക്ഷ മതം ഗാന്ധിയെ വെടിവെച്ച് കൊല്ലുകയാണുണ്ടായത്. ലോകത്തെ എല്ലാ തരത്തിലുള്ള മാറ്റങ്ങൾക്ക് വേണ്ടി ആത്മസത്യത്തെയും നമ്മൾ ആദ്യം കണ്ട പരമമായ ഗുണങ്ങളെയും ആയുധമാക്കി മനുഷ്യരാശിയെ മുന്നോട്ട് നയിക്കാൻ ഇറങ്ങി പുറപ്പെട്ടവർക്കൊന്നും അത്ര സുഗമമായ പാതയല്ല ഈ ലോകം ഒരിക്കലും ഒരുക്കി കൊടുത്തിരുന്നത്. നാനാതരത്തിലുള്ള അപഹാസ്യങ്ങൾ, നാനാതരത്തിലുള്ള ആക്രമണങ്ങൾ, തുരത്തിയോടിക്കലുകൾ, ഇതെല്ലാം ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും നേരിട്ട് പരിപാകപ്പെട്ടാണ് ഈ മനുഷ്യരെല്ലാം നാം ഇന്ന് കാണുന്ന അതിമഹത്വത്തിന്റെ പതാകവാഹകരായി മാറിയിട്ടുള്ളതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാനിപ്പോൾ പറഞ്ഞ വാചകവും നിങ്ങൾക്ക് അപരിചിതമല്ല. നിങ്ങളേറെ നിങ്ങളുടെ ജീവിതം തന്നെയായി വായിക്കുന്ന ഒരു മഹത്തായ ജീവിതത്തിൽ ഇത് മുഴുവൻ ഉണ്ടായിട്ടുണ്ട്, ഇല്ലേ? സത്യത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട്, ദൈവം ഏകനാണെന്ന് പറഞ്ഞുകൊണ്ട്, നിങ്ങളുടെ വരുമാനത്തിൻ്റെ പങ്ക് നിങ്ങൾ വീതം വെക്കണം എന്ന് പറഞ്ഞതുകൊണ്ട്, നിങ്ങൾ വീടിനുള്ളിൽ നീതിമാന്മാരാകണമെന്ന് പറഞ്ഞതുകൊണ്ട്, നിങ്ങൾ വ്യക്തിശുദ്ധിയുള്ളവരാണെന്ന് പറഞ്ഞതുകൊണ്ട്, നിങ്ങൾ ശരീരശുദ്ധിയുള്ളവരാണെന്ന് പറഞ്ഞതുകൊണ്ട്, ഇങ്ങനെ ശാശ്വതമായ സത്യത്തെക്കുറിച്ച് മാത്രം ഉദ്ബോധിപ്പിച്ചിട്ട് പോലും അക്കാലത്തെ ഭൂരിപക്ഷ ജനം ഈ മനുഷ്യരെ ഒന്നും മനസ്സിലാക്കിയിട്ടില്ല. പക്ഷേ കാലം എന്നുള്ളതാണല്ലോ ലോകത്തെ ഏറ്റവും വലിയ ജഡ്ജി. കാലത്തേക്കാൾ വലിയ ന്യായാധിപൻ വേറെയില്ല. ക്ഷിപ്ര മഹത്വങ്ങൾ, ക്ഷിപ്രാധികാരത്തിന്റെ ബലത്തിൽ, ഈ അധികാര ബലത്തിൽ പുളച്ചിരുന്ന ആ ജന്മങ്ങളൊക്കെ ഇപ്പൊ എവിടെ? ഒരാളുടെ പേര് പോലും ചരിത്രത്തിലോ നിങ്ങളുടെയോ എന്റെയോ ജീവിതത്തിലോ ബാക്കിയില്ല. പക്ഷെ അന്ന് ഈ ദുരധികാരികളാൽ പീഡിപ്പിക്കപ്പെട്ട് ആ പീഡനത്തിന്റെ അങ്ങേയറ്റത്ത് നിന്ന് പോലും സത്യത്തെ കൈവിടാതിരിക്കുകയും സത്യത്തെക്കുറിച്ച് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്ത ആ മനുഷ്യരെയൊക്കെ മഹാമഹത്തുക്കളുടെ വലിയ സ്ഥാനം നൽകി 1500 ആണ്ടിനിപ്പുറവും നാം സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത്, മഹത്വം എന്നത് നിങ്ങൾക്ക് PR വർക്ക് കൊണ്ട് ലഭിക്കുന്ന ഒന്നല്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നാണ്. നമുക്കിപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവിനെയൊക്കെ സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് മെറ്റയ്ക്ക് പൈസ കൊടുത്താൽ മതി. നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും, ഏതെങ്കിലുമൊക്കെ ഒരു നേതാവിന് ചെറിയ തോതിലുള്ള ഒരു അപജയം സംഭവിക്കുമ്പോൾ പെട്ടെന്ന് അയാളൊന്ന് നിശബ്ദനായതിനു ശേഷം പിന്നെ നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് തുറക്കുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് റീലുകൾ ഇങ്ങനെ പടപടോന്ന് വന്നുകൊണ്ടേയിരിക്കും. യാദൃച്ഛികമല്ല, മെറ്റ കമ്പനി പൈസ വാങ്ങിയിട്ട് ചെയ്യുന്ന പരിപാടിയാണത്. പക്ഷെ അതുകൊണ്ടൊക്കെ ഈ ക്ഷുദ്രജന്മങ്ങളായ പെട്ടെന്ന് അവസാനിച്ചു പോകുന്ന അധികാര കൃമികളെ സൃഷ്ടിക്കാൻ കഴിയുമെന്നല്ലാതെ നിത്യ ശോഭിതമായ മഹത്വങ്ങളെ ഒരു PR വർക്ക് കൊണ്ടോ ഒരു പ്രചാരണം കൊണ്ടോ സൃഷ്ടിക്കാൻ കഴിയില്ല. 1000 നുണപ്രചാരണങ്ങളെയും 1000 അപഹസിക്കലുകളെയും അതിനേക്കാളേറെ വേട്ടയാടലുകളെയും അതിജീവിച്ച്
മഹത്വം ഒടുവിൽ പ്രകാശിക്കുക തന്നെ ചെയ്യും. ഇതും ഞാൻ ഈ പറഞ്ഞ ഈ വാചകം നിങ്ങളോട് തന്നെ സംസാരിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിൻ്റെ സത്യം. മറ്റൊരു വിധത്തിൽ നിങ്ങൾ ആലോചിച്ചാൽ മതി. എത്ര വേട്ടയാടിയാലും വെളിച്ചം അത് താൽക്കാലികമായ വെളിച്ചമല്ലെങ്കിൽ, അത് നിത്യ വെളിച്ചത്ത് ആകാനുള്ള കരുത്ത് അതിനുണ്ടെങ്കിൽ ആ വെളിച്ചത്തെ ഒരിക്കലും കെടുത്താൻ കഴിയില്ല. മഹത്വത്തിലേക്കുള്ള വ്യക്തിയുടെ സഞ്ചാരം വെളിച്ചത്തിലേക്കുള്ള സഞ്ചാരമാണ്. അപ്രകാരം വെളിച്ചത്തിലേക്ക് സഞ്ചരിച്ചെത്തിയ അനേകമനേകം മനുഷ്യർ ചേർന്ന് സൃഷ്ടിച്ച ഈ ലോകത്തിന് ആ വെളിച്ചത്തെ നിഷേധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനും കഴിയുകയില്ല. ഇതാണ് ഞാൻ ഈ സാർവലൗകിക മനുഷ്യൻ എന്ന ആശയത്തെ മുൻനിർത്തി മനുഷ്യൻ എന്ന പ്രമേയത്തെ വിശദീകരിക്കാൻ ശ്രമിച്ചത്. 3 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഒന്ന്, മഹത്വത്തിലേക്കുള്ള യാത്ര, ഒരാളുടെയും യാത്ര, ഒരു നേതാവിൻ്റെ യാത്ര, ആ നേതാവിൻ്റെ ഒപ്പമുള്ള അണികളുടെ യാത്ര ഒരു കാലത്തും സുഗമമായിരുന്നില്ല. സത്യം വിളിച്ചു പറഞ്ഞവർ എല്ലാ കാലങ്ങളിലും ഭയാനകമായ വേട്ടയാടലുകൾക്ക് വിധേയരായിട്ടുണ്ട്. പക്ഷേ വേട്ടയാടിയവരെയല്ല, വേട്ടയാടപ്പെട്ടവരെയാണ് കാലം വരും കാലത്തിനായി കാത്തുവച്ചത്. അങ്ങനെ കാത്തുവച്ച വലിയ 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 സാന്നിധ്യങ്ങളെയാണ് സഹസ്രാബ്ദം കഴിഞ്ഞിട്ടും ഇപ്പോഴും നാം ഓർത്തുകൊണ്ടിരിക്കുന്നത് എന്ന ഒരാശയമാണ്. അവർ പങ്കുവെച്ച, അവർ പടർത്തിയ വെളിച്ചത്തിനും ആ വെളിച്ചത്തിന് നേർക്കും അസാധാരണമായ പകയോടെ പലതരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകും. പക്ഷെ ആ ആക്രമണങ്ങളെ നേരിടാൻ ആ സംഹിതകൾക്ക് ശക്തി നൽകുന്നത് ഞാൻ ആദ്യം പറഞ്ഞ അതിൻ്റെ അടിത്തറയിൽ സത്യം, നീതി, ധർമ്മം, കരുണ മുതലായ അടിസ്ഥാന ഗുണങ്ങൾ പ്രവർത്തിക്കുന്നത് കൊണ്ടാണെന്ന് ശ്രീനാരായണ ഗുരു ജീവിച്ചിരുന്ന കാലത്ത് ധാരാളം എഴുതപ്പെട്ട കാര്യമാണത്. അദ്ദേഹത്തിൻ്റെ അത്ര പരിഹസിക്കപ്പെടുകയും അപഹസിക്കപ്പെടുകയും ജാതി ചീത്ത വിളിച്ച് ആക്ഷേപിക്കുകയും ചെയ്തിട്ടുള്ള ആളുകൾ തീരെ കുറവാണ്. അത്രമാത്രം അപഹസിക്കപ്പെട്ടു ജീവിച്ചിരുന്ന കാലത്ത് ഗുരു. മരിച്ചതിന് ശേഷം ഗുരുവിന് എത്ര അവകാശികൾ ഉണ്ടായിത്തീർന്നു? കാരണം എന്താ? കാരണം വളരെ ലളിതമാണ്. ഗുരുവിൻ്റെ മഹത്വത്തിന് നേരെ നിങ്ങൾക്ക് കണ്ണടയ്ക്കാൻ കഴിയില്ല. നമ്മൾ ആദ്യം കണ്ട വലിയ വലിയ ഗുണങ്ങളിലൂടെ സഞ്ചരിച്ചാണ് അവരെത്തിയത്. അങ്ങനെ ഗുണവാൻ എന്ന കാരുണ്യവാൻ എന്ന് നാം കരുതുന്ന മഹത്വത്തിൻ്റെ മുഖത്ത് നിങ്ങൾക്ക് ഒരിക്കലും കരിമ്പടം കൊണ്ട് മൂടാൻ കഴിയുകയില്ല എന്നുള്ളതാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ച ഒരാശയം. മറ്റൊന്ന്, ഒരു കാര്യം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. സമത്വത്തെക്കുറിച്ചുള്ള ഏറ്റവും പഴക്കമേറിയ, ഏറ്റവും ആദ്യമുള്ള ഭാവനകളിലൊന്ന്, നിങ്ങളുടെ സ്വത്ത്, നിങ്ങൾ ആർജിക്കുന്ന സ്വത്ത്, അതിൻ്റെ ഒരു വിഹിതം ആ സ്വത്താർജിക്കാൻ ശേഷിയില്ലാത്തവർക്ക്, നാം ഇപ്പോൾ ദരിദ്രർ എന്ന് വിളിക്കുന്നവർക്ക് വീതം വെക്കണമെന്നുള്ള വളരെ ഏറ്റവും ആദിമമായ ഒരു തോന്നലിനെയാണ് നമ്മൾ സമത്വം എന്ന് പറയുന്നത്. ഈ സമത്വം എന്ന ആശയത്തെയാണ് വ്യാപകമായി കമ്മ്യൂണിസം ഒരു രാഷ്ട്രീയ ആശയമായി അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. ഞാനത് ഒന്ന് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മതപാഠങ്ങളിൽ നിന്ന് കണ്ടെടുക്കുന്ന ആ സമത്വത്തിൻ്റെ, വീതം വെക്കലിൻ്റെ, പങ്കുവെക്കലിൻ്റെ ആ ഒരു ആശയത്തിൻ്റെ തന്നെ ശാസ്ത്രീയ രാഷ്ട്രീയ സമ്മിശ്രമായ പ്രയോഗത്തെയാണല്ലോ നമ്മൾ കമ്മ്യൂണിസം എന്നും, ആ കമ്മ്യൂണിസത്തിൻ്റെ ഒരു വ്യാഖ്യാനത്തിനെയാണല്ലോ നമ്മൾ മാർക്സിസം എന്ന് പറയുന്നത്. ഈ സമത്വത്തെ ബലപ്രയോഗത്തിലൂടെ നടപ്പാക്കാൻ ശ്രമിച്ച രാഷ്ട്രങ്ങൾ അതിഭീകരമായി തകർന്നു പോയതിൻ്റെ കാഴ്ച നമ്മുടെ ഉള്ളിലുണ്ട്. പിൽക്കാല ചരിത്രത്തിൽ ഈ സമത്വത്തിനായി മനുഷ്യരെ കൊന്നൊടുക്കിയ ആളുകളുടെ കഥ നിങ്ങൾ കേൾക്കുന്നുണ്ട്. മനുഷ്യർക്ക് സമ്മാനായിരിക്കാൻ വേണ്ടി ആളുകളെ കൊല്ലുന്ന, ആളുകളെ കൊന്നൊടുക്കിയ കഥകൾ പിന്നീട് ചരിത്രത്തിൽ കാണാം. എന്തുകൊണ്ടായിരിക്കും ഈ ബലപ്രയോഗത്തിലൂടെ സമത്വത്തെ സാക്ഷാത്കരിക്കാനുള്ള, ബലപ്രയോഗത്തിലൂടെ സമത്വത്തെ പ്രചരിപ്പിക്കാനുള്ള, നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ
ഈ രീതിയിൽ തകർന്നു പോയതെന്നൊരു വാചകം അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടെ നമുക്ക് അവസാനിപ്പിക്കാം. ഒറ്റ കാര്യമേ ഉള്ളൂ, ആ ആശയത്തിന്റെ നടപ്പാക്കലുകൾക്ക് സത്യത്തിന്റെയും നീതിയുടെയും കരുണയുടെയും അസ്ഥിവാരമുണ്ടായിരുന്നില്ല. അത് നമ്മൾ ഒരു രാഷ്ട്രീയ ദർശനമാകട്ടെ, അല്ലെങ്കിൽ മതദർശനമാകട്ടെ, ഒരു രാഷ്ട്രീയ സംഹിതയാകട്ടെ, മതസംഹിതയാകട്ടെ, അതിൻ്റെ ഏറ്റവും അടിത്തറയിൽ സത്യത്തോടുള്ള അചഞ്ചലമായ കൂറ് ഇല്ലെങ്കിൽ, താൽക്കാലികമായ ഒരു നേട്ടത്തിന് വേണ്ടി നിങ്ങളുടെ ബന്ധുക്കൾക്ക് അഹിതമാണെങ്കിൽ പോലും അതുപോലും നീതി ചെയ്യുക എന്ന ശാശ്വതമായ ശരിയിൽ നിന്ന് നിങ്ങളെ പിന്തിരിപ്പിക്കരുത് എന്നുള്ളത് നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വാചകമാണ്. നിങ്ങൾ പഠിക്കുന്ന വാചകമാണ്. നിങ്ങളുടെ ബന്ധുജനങ്ങൾക്ക് അഹിതമായാൽ പോലും അനീതി ചെയ്യരുത് എന്നുള്ളത്. അപ്പൊ നീതി എന്ന പരമപ്രധാനമായ ഒരാശയത്തിന്റെ അടിത്തറയിൽ പണിതുയർത്തിയ കെട്ടിപ്പടുത്ത ഒരു പ്രസ്ഥാനത്തിനോ ഒരു സംഹിതയ്ക്കോ ഒരു തരത്തിലുള്ള തുടച്ചു നീക്കലിനെയും നേരിടേണ്ടി വരില്ല എന്നുള്ളതാണ് ലോക ചരിത്രം ഇന്നോളം സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത്. 1948 മഹാത്മാഗാന്ധി കൊല്ലപ്പെടുന്നതിന് ഒരാഴ്ച മുമ്പ് ഗാന്ധിക്കെതിരെ മുദ്രാവാക്യം വിളിച്ച് ഗാന്ധിയെ കൊല്ലണമെന്ന ആഹ്വാനം നടത്തി പ്രകടനം നടന്നിട്ടുണ്ട് ഇന്ത്യയിൽ. ഗാന്ധി കൊല്ലപ്പെട്ടപ്പോൾ തിരുവനന്തപുരത്ത് RSS ഹിന്ദു സംഘടനകൾ മധുര പലഹാര വിതരണം നടത്തിയത് ONV കുറുപ്പ് നേരിട്ട് കണ്ടിട്ടുണ്ട്. അദ്ദേഹം എഴുതിയിരുന്നതിനെ പറ്റിയിട്ട്. നോക്കൂ, മരണത്തിന് അരനൂറ്റാണ്ടിന് ശേഷം ഇന്ത്യയുടെ ഏറ്റവും വലിയ ജ്വലിക്കുന്ന ശബ്ദമായി മാറിയത് അന്ന് കൊല്ലപ്പെട്ട ഗാന്ധിയാണ്. അതിൻ്റെ എല്ലാം അടിത്തറയായ കാരണമാണ് ഞാൻ ഈ സംഭാഷണത്തിന്റെ ആദ്യം വിശദീകരിക്കാൻ ശ്രമിച്ചത്. നിങ്ങളുടെ ബന്ധുജനങ്ങൾക്ക് അഹിതമാണെങ്കിൽ പോലും നിങ്ങൾ സത്യമേ ചെയ്യാവൂ, നിങ്ങൾ നീതിയെ ചെയ്യാവൂ. സത്യത്തിൻ്റെയും നീതിയുടെയും അതിൻ്റെ സന്തത സഹചാരിയായ കാരുണ്യത്തിൻ്റെയും ചിറകിൽ പറക്കുന്ന ഒരാശയത്തിനും ഒരു പ്രത്യയശാസ്ത്രത്തിനും ഒരു സംഹിതയ്ക്കും കാലത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ പിന്നോട്ട് പോകേണ്ട ആവശ്യമേ ഉണ്ടാകില്ല. അത്തരത്തിലുള്ള ഒരു മഹത്തായ ദർശനത്തെ വികസിപ്പിച്ചെടുക്കുവാനും അത് സ്വയം പരീക്ഷിക്കുവാനും തൻ്റെ അണികൾക്കാകമാനം അത് അതേ മട്ടിൽ നടപ്പാക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു സാർവലൗകിക നേതാവ് ഉണ്ടായിത്തീരുക. അതായത് ഞാൻ സത്യവാനായി തീരുകയും ഞാൻ കാരുണ്യവാനായി തീരുകയും ഞാൻ ദയാപൂർണമുള്ളവനായി തീരുകയും എല്ലാം ചെയ്യുകയും എന്നിട്ട് ഞാനൊരു വലിയ പ്രസ്ഥാനം ഉണ്ടാക്കുകയും ഞാൻ മാത്രം കാരുണികനായി നീതിമാനായി സത്യവാനായി മാറിത്തീരുക, എൻ്റെ അണികൾ എന്നെ വിശ്വസിച്ച് വലിയ സംഘടനയായി മാറുകയും ചെയ്താൽ അതുകൊണ്ട് ലോകക്രമത്തിൽ വലിയ മാറ്റം ഉണ്ടാകില്ല. അതായത് സത്യവാനും കാരുണ്യവാനുമായ ഒരു നേതാവ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്തെ ഏറ്റവും നീതിമാന്മാരുടെയും കാരുണ്യവാന്മാരുടെയും ഒക്കെ സംഘടനയായി മാറിയേനെ. കാരണം ആ കോൺഗ്രസിന്റെ പരമാത്മാവായിരുന്ന മഹാത്മാഗാന്ധി നീതിമാനായിരുന്നു, കാരുണ്യവാനായിരുന്നു, സത്യത്തെ മുറുകെ പിടിച്ചവനായിരുന്നു, സ്വന്തം കുടുംബത്തെക്കാളൊക്കെ അപ്പുറത്ത് നീതിയെ പ്രതിഷ്ഠിക്കാൻ ശ്രമിച്ച ആളായിരുന്നു. പക്ഷെ അദ്ദേഹം അദ്ദേഹം രൂപപ്പെടുത്തിയ സ്ഥാപിച്ചത് അദ്ദേഹം അല്ലെങ്കിൽ പോലും അതിനൊരു ആത്മാവ് ഉണ്ടാക്കി കൊടുത്തതൊക്കെ അദ്ദേഹമാണല്ലോ. ആ സംഘടന ഈ പരമ കാരുണികവും നീതിപൂർവവുമായ ഒരു സംഘടനയായി മാറുമായിരുന്നല്ലോ. അങ്ങനെ മാറിയില്ല എന്നുള്ളതിന് നമ്മുടെ മുന്നിൽ എത്രയോ തെളിവുകളുണ്ട്. ബാബരി പള്ളി കർസേവകർ തച്ച് തകർക്കുമ്പോൾ PV നരസിംഹറാവു നിശബ്ദനായിരുന്ന പ്രധാനമന്ത്രി, നിങ്ങൾക്കറിയാം അദ്ദേഹം കോൺഗ്രസ് നേതാവായിരുന്നു അല്ലേ? അപ്പൊ നീതിക്ക് അങ്ങനെ പ്രശ്നമുണ്ട്. നേതാവ് നീതിമാനായതുകൊണ്ട് പ്രസ്ഥാനം നീതിയുടെ പ്രസ്ഥാനമാവില്ല. അതുകൊണ്ടാകണം പ്രവാചകൻ നീതിയെക്കുറിച്ച് ഉദ്ബോധിപ്പിക്കുക മാത്രമല്ല, ഞാൻ എന്താണോ നീതിയായി കാണുന്നത്, ഞാൻ എന്താണോ സത്യമായി കാണുന്നത്, ഞാൻ എന്താണോ ശരിയായി ധരിക്കുന്നത്, ഞാൻ എന്താണോ ചെയ്യുന്നത്, അണുവിട തെറ്റാതെ അത് അമ്മട്ടിൽ ചെയ്യുന്ന ആളുകൾ മാത്രമാണ്
എന്നിൽപ്പെട്ടവർ എന്ന് ആ ഭാഷയിൽ അല്ലെങ്കിൽ പോലും അതൊരു ഏറ്റവും ആധുനികമെന്ന് പറയാവുന്ന ഒരു മാനേജ്മെന്റ് സിദ്ധാന്തമാണ്. ഞാൻ ശരിയാണ്, എന്നെ നോക്കി നിങ്ങൾ ചെയ്തോളൂ എന്ന് പറയുകയല്ല ചെയ്തത്. ഞാൻ എന്താണ് ചെയ്യുന്നത് അത് തന്നെ ചെയ്യൂ, അത് മാത്രമേ ചെയ്യാവൂ എന്നുള്ള അതിനൊരു അസാധാരണ മികവുണ്ട്, ഒരു അസാധാരണത്വമുണ്ട്, ഒരു അസാധാരണ പ്രകാശമുണ്ട്. അതുകൊണ്ടാണ് ഏത് കാലം കഴിഞ്ഞാലും മറക്കാനാവാത്ത, മാഞ്ഞു പോകാത്ത വലിയ വെളിച്ചമായി ലോകത്തിന് മുന്നിൽ അത്തരം മഹത്വങ്ങൾ ഇപ്പോഴും നിറഞ്ഞു കവിയുന്നത്. ആ സാന്നിധ്യങ്ങൾ ഒരിക്കൽ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്ന കേവലമായ ഒരു ഓർമ്മ മാത്രം മതി എല്ലാ തരത്തിലുള്ള കൊടും കണ്ണീരുകളെയും, എല്ലാ തരത്തിലുള്ള മുൻവിധികളെയും, എല്ലാ തരത്തിലുള്ള വെറുപ്പുൽപാദനങ്ങളെയും ഒക്കെ അതിജീവിച്ചുകൊണ്ട് മനുഷ്യർക്ക് മുന്നോട്ട് പോകാൻ. പിടഞ്ഞു മരിക്കുകയും പൊട്ടിത്തകരുകയും ചെയ്യുന്ന കുഞ്ഞുങ്ങളുടെ വിലാപങ്ങൾ നിറഞ്ഞൊരു ലോകമാണ് നമ്മുടെ. എന്നിട്ടും ആ ഇരുണ്ട അഗാധമായ വേദന മാത്രം കട്ട പിടിച്ചു നിൽക്കുന്ന ഒരു ലോകത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോഴും നാം നിരാശരാകാത്തത്, ആ ലോകത്തിനപ്പുറത്തും അതാ ഒരു വെളിച്ചമുണ്ട് എന്ന് നമുക്കറിയാവുന്നത് കൊണ്ടും ആ വെളിച്ചത്തിലേക്കുള്ള വഴി നമുക്ക് മുന്നിലുള്ളത് കൊണ്ടുമാണ്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞ ആശയത്തിൻ്റെ ഒരു രത്ന ചുരുക്കം ഇതാണ്: മഹത്വത്തിലേക്കുള്ള സഞ്ചാര വഴികൾ നമ്മുടെ മുന്നിലുണ്ട് എങ്കിൽ ആ വഴികളെ പരിപൂർണമായി മനസ്സിലാക്കി മുന്നോട്ട് പോവുകയും നമ്മൾ മനസ്സിലാക്കിയ വഴികളെ മറ്റുള്ളവർക്ക് ചൂണ്ടിക്കാണിക്കുകയും ആ ചൂണ്ടിക്കാണിക്കുമ്പോൾ വിരലൊട്ടും വളയാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അത് ഏറ്റവും വലിയ സഹവർത്തിത്വത്തിൻ്റെ, സഹോദര്യത്തിൻ്റെ ഒക്കെ ഏറ്റവും വലിയ അടയാളമാണ് എന്നാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. ഇത്തരമൊരു വലിയ ഓർമ്മ സന്ദർഭത്തിലേക്ക്, മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ, ഏറ്റവും മഹത്വമാർന്ന ഒരു പ്രകാശ സന്ദർഭത്തെ അനുസ്മരിക്കുന്ന പ്രൗഢഗംഭീരമായ ഒരു വേദിയിൽ നിങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം, അഭിമാനം ഒരിക്കൽ കൂടി നിങ്ങളെ പങ്കുവച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.